തന്റെ ശബ്ദം ഇടിമുഴക്കത്തോടെ ನಿಮ್ಮ ಶಬ್ದವು ಗುಡುಗಿನ ಅಂತೆ മുഴങ്ങണം. ಅದು ಮುಳಗಬೇಕು. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ പൗലോസ് അങ്ങനെയുള്ള നമ്മുടെ ബൈബിളിലുള്ള ನಮ್ಮ ಸೇವಕರು ಹೇಳಿದಾಗೆ ಪೌಲನು ಆಗಿರುವ ಸತ್ಯವೇದದಲ್ಲಿ ಇರುವಂತಗ മറ്റ് എല്ലാ ദൈവഭക്തന്മാരും ಎಲ್ಲ ದೇವಭಕ್ತರು ആരും സോമേരികളല്ല, ಯಾರು ಸೋಮೇರಿಗಳಲ್ಲ. ആമേ കർത്താവ് നല്ലവരെ മാത്രമാണ് തെരഞ്ഞെടുത്തത്. ಕರ್ತನು ಒಳ್ಳೆಯವರನ್ನೇ ಆರಿಸಿಕೊಂಡಿದ್ದಾರೆ. തന്റെ എല്ലാ സഹിക്കുവാൻ ത്രാണിയുള്ളവരെ അല്ലെങ്കിൽ കരുത്തുള്ളവരെയാണ് കർത്താവ് തെരഞ്ഞെടുത്തത്. ಎಲ್ಲವನ್ನೂ ಸಹಿಸಿಕೊಳ್ಳುವುದಕ್ಕೆ ಆಗುವಂತವರನ್ನು ದೇವರು ಆರಿಸಿಕೊಂಡಿರುವುದು. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു വേദഭാഗം വായിക്കാം. ದೇವರ ಚಿಂತೆಗಾಗಿ ಒಂದು ವಾಕ್ಯವನ್ನು ಓದೋಣ. 2 ശമൂവേലിന്റെ പുസ്തകം 2 ശമൂവേಲ ಪುಸ್ತಕ 5-ാം അധ്യായം 5ನೇ ಅಧ್ಯಾಯ അതിന്റെ 10ാം വാക്യം. 10ನೇ ವಾಕ್ಯ. 2 ശമൂവേല 5ನೇ ಅಧ್ಯಾಯ 10ನೇ ವಾಕ್ಯ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നോട് കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നു. ആമേൻ. കന്നഡത്തിൽ വായിക്കാം. ഇവിടെ ആമേൻ ദാവീദ് പറയുകയാണ്, ಇಲ್ಲಿ ದಾವೀದನು ಹೇಳುತ್ತಿದ್ದಾನೆ, സൈന്യങ്ങളുടെ ಸೇನಾಧೀಶ್ವರನಾದ ദൈവമായ ಯೆಹೋವನಾದ ದೇವರು തന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ನನ್ನ ಸಂಗಡ ಇದ್ದಿದ್ದರಿಂದ ദാവീദ് മേൽക്കുമേൽ പ്രബലനായി ಅವನು ಅಭಿವೃದ್ಧಿ ಹೊಂದುತ್ತಾ ಹೋದನು. ഇവിടെ സങ്കീർത്തനം വായിച്ചപ്പോൾ കർത്താവിന്റെ ദാസൻ പറഞ്ഞു നമ്മളോട് തന്നെ പറയണമെന്ന്. ಇಲ್ಲಿ ಕೀರ್ತನೆ ಓದಿದಾಗ ಸೇವಕರು ಹೇಳಿದ್ರು, ನಾವು ನಮ್ಮ ಮನಸ್ಸಿಗೆ ನಾವು ಹೇಳಬೇಕು. ഇവിടെ ദാവീദ് പറയുകയാണ്, ಇಲ್ಲಿ ದಾವೀದನು ಹೇಳುತ್ತಿದ್ದಾನೆ, സൈന്യങ്ങളുടെ യഹോവ എന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ മേൽക്കുമേൽ പ്രബലനായി തീർന്നു. ಸೇನಾಧೀಶ್ವರನ ಯೆಹೋವನು ನನ್ನ ಸಂಗಡ ಇದ್ದಿದ್ದರಿಂದ ನಾನು ಅಭಿವೃದ್ಧಿ ಹೊಂದುತ್ತಾ ಬಂದಿದ್ದೇನೆ. ദാവീദിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ದಾವೀದನ ಬಗ್ಗೆ ನಾವು ಕಲಿಯುವುದಾದರೆ ഇശായിയുടെ മക്കളിൽ 8ാമനായി ദാവീദ് ജനിച്ചു. ಇಶ್ಶಾಯ